ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു ഇടുപ്പളവ് 33 ഇഞ്ച് ഉള്ള ഒരു ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ്ങാണ് ഇടുന്നത്. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടെ ഒരുമിച്ചാണ് ഇടുന്നത്. അതിൻ്റെ കൈ നമുക്ക് ആദ്യം അളന്നെടുക്കാം. കൈവണ്ണം എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, വീണ്ടും പറയുകയാണ്. നമ്മളെ ഇടുപ്പളവിൻ്റെ 1/4 കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടിയാണ് കൈയുടെ വണ്ണം അളന്നെടുക്കുന്നത്. അതാണ് കറക്റ്റ്. നിങ്ങളുടെ ആം ഹോളൊക്കെ കറക്റ്റായി വരുന്നൊരളവാണത്. പിന്നെ കൈക്കുഴി 3 എടുക്കാവൂ. അതുപോലെ ഷോൾഡർ വിഡ്ത്ത് അവിടെ 2 എടുക്കാവൂ. പിന്നെ ഇതുപോലെ 1/2 ഇഞ്ച് താഴ്ത്തി നമ്മളൊരു ഷേപ്പ് വരയ്ക്കണം. ഷേപ്പ് ശരിക്കും വരയ്ക്കാൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ ആ ഒരു ക്രോസിനൊരു സ്കെയിൽ വെച്ചൊരു മാർക്ക് ഇട്ടത്. എന്നിട്ട് ഇതുപോലെ നമ്മൾ കൈ വെട്ടിയെടുക്കുക. അപ്പോൾ കൈ വണ്ണം എടുക്കുന്നത് മറന്നുപോലെ. ഇതൊരു ലൈനിങ് ബ്ലൗസാണ്. നമ്മൾ ലൈനിങ് ബ്ലൗസിൻ്റെ ആദ്യം ലൈനിങ് ആണ് കറക്റ്റിന് കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം ഈ സാരി പീസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകിയൊക്കെ പോകും. അപ്പോൾ വെട്ടുമ്പോൾ ചിലപ്പോൾ ഒരു ഏറ്റക്കുറച്ചിലൊക്കെ വരും. അതുകൊണ്ട് നമ്മൾ ആദ്യം ലൈനിങ് പീസ് കറക്റ്റ് വെട്ടിയെടുക്കണം. ലൈനിങ് പീസ് വെട്ടി കറക്റ്റ് എടുത്തിട്ട് പിന്നെ നമ്മൾ മെയിൻ പീസ് വെട്ടാവും. അപ്പോൾ നമുക്ക് കറക്റ്റിന് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. കൈയുടെ ഇനി വണ്ണം അളക്കുകയാണ് നമ്മൾ. ഇടുപ്പ് വണ്ണത്തിൻ്റെ 1/4 കൂടെ 3 കൂടെ കൂട്ടി വേണം നമ്മൾ വണ്ണം. നമ്മുടെ ബാക്കും ഫ്രണ്ടും വണ്ണം അത് തന്നെയാണ്. പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഫ്രണ്ട് കൂട്ടണ്ടേ എന്നൊക്കെ. ഒരിക്കലും കൂട്ടണ്ട. ഇതിപ്പോൾ 33ആണ്. അപ്പോൾ 8.25 അതിൻ്റെ കൂടെ 3 ഇഞ്ചും കൂടെ കൂട്ടി എത്ര 11.25 ഇനിയിപ്പോൾ 11.5 ആയാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ ലെങ്ത് എടുക്കുകയാണ്. ലെങ്ത് ഈ ബ്ലൗസിന് 16 ഇഞ്ചുണ്ട്. അപ്പം നമ്മൾ 16.5 ഇഞ്ചിൽ വെട്ടണം. 1/2 ഇഞ്ചൊക്കെ കൂട്ടിയാൽ മതി, അതിൽ കൂടുതലൊന്നും വേണ്ട കേട്ടോ. 16.5 ഇഞ്ചിൽ നമ്മൾ ബാക്ക് വെട്ടിയെടുക്കുകയാണ്. എല്ലാവരും ചോദിക്കും ബാക്ക് വെട്ടുന്ന അതേപോലെ ഫ്രണ്ട് വെട്ടിയ കറക്റ്റ് ആവുമെന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, ബാക്ക് വെട്ടുന്നതിനേക്കാളും 1/2 ഇഞ്ച് കൂട്ടി തന്നെയാണ് നമ്മൾ ഫ്രണ്ടും വെട്ടുന്നത്. അത് നമ്മൾ വെട്ടുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ ഷോൾഡർ 5 മതി, അതിലൊരു മാറ്റവും ഇല്ല. വിഡ്ത്ത് 2 മതി. എല്ലാവരും വിഡ്ത്ത് 2 തയ്ക്കുമ്പോൾ നിങ്ങൾ വെട്ടുമ്പോൾ 2 എടുക്കാവൂ. കഴുത്ത് അവസാനമാണ് തയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വിഡ്ത്ത് അല്പം കൂട്ടാം. ഇതിൻ്റെ കഴുത്തിൻ്റെ ഇറക്കം 7 ഇഞ്ചാണ് കേട്ടോ. 7 ഇഞ്ച് വിഡ്ത്ത് 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ 3 ഇഞ്ച് വിഡ്ത്ത് വേണമെന്നുള്ളവർക്ക് 3 ഇഞ്ച് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഷോൾഡർ വിഡ്ത്ത് 2 വെട്ടുമ്പോഴെടുക്കാവൂ. ഇനി തയ്ക്കുന്ന സമയത്ത് ഷോൾഡർ വിഡ്ത്ത് ഇച്ചിരി കൂടെ വേണമെന്ന് തോന്നിയാൽ ഒരു 1/4 ഇഞ്ചും കൂടെ വെട്ടാം. ഇല്ലെങ്കിൽ കഴുത്ത് ലൂസായി പോവും. കഴുത്ത് ലൂസാകാതിരിക്കാനും കൂടെയാണ് ഞാൻ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. ആം ഹോള് 6 ഇഞ്ച്, അതിൽ കൂടുതൽ ഒട്ടും എടുക്കരുത്. എത്ര വലിപ്പമുള്ളതും ചെറുതായതുമായ ബ്ലൗസിനും 6 ഇഞ്ചേ ആംഹോൾ എടുക്കാവൂ. ചിലർ ആംഹോൾ നിർത്തിയൊക്കെ അളക്കുന്നതാണ്. അത് അങ്ങനെ അളന്നാൽ എടുത്താലൊന്നും കറക്റ്റ് ആവൂല. ആംഹോൾ കറക്റ്റ് അല്ലെങ്കിൽ കഴുത്ത് ലൂസാവും. ഞാനിവിടെ കൈക്കുഴി, എല്ലാവരും ചോദിക്കുന്നുണ്ട് ഫ്രണ്ട് കുഴിക്കണ്ടെന്നൊക്കെ ചോദിക്കുന്നു. പക്ഷെ ഞാൻ ഫ്രണ്ടും ബാക്കും ഒരേ രീതിയിൽ കുഴിച്ചെടുക്കുക. അതാണ് ആദ്യമേ 1 ഇഞ്ച് തന്നെ കുഴിച്ച് വെട്ടുന്നത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ആംഹോളിൻ്റെ കൂടെ 3 ഇഞ്ച് താഴെ വണ്ണത്തിൻ്റെ കൂടെ 3 ഇഞ്ച് ആക്കിയിട്ട് ഇത് ഇങ്ങനെ ഒരു കുഴി, ആംഹോൾ കുഴിയുടെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു കർവ് വരയ്ക്കുകയാണ് രണ്ടും കൂടെ. അതാണ് ഒരു കറക്റ്റ് മെഷർമെൻറ്റ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലിൽ കയറി ഒരുപാട് പല അളവിലുള്ള ബ്ലൗസുകൾ ഞാൻ തയ്ച്ചിട്ടിട്ടുണ്ട്. അപ്പം പലരുടെയും സംശയങ്ങൾക്ക് ഞാൻ അതിലൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് കാണുക. എന്നിട്ട് നിങ്ങൾ ഇതുപോലെ ബ്ലൗസ് തയ്ക്കുക. പിന്നെ എല്ലാ ബ്ലൗസും ഞാൻ പേപ്പറിൽ പാറ്റേൺ വെട്ടിയാണ് തയ്ക്കുന്നത്. ഈ വെട്ടുമ്പോൾ അടിഭാഗം കണ്ടോ, 1/2 ഇഞ്ച് നമ്മൾ കൂട്ടിയിട്ടുണ്ട്. അതാണ് ഫ്രണ്ട് കൂട്ടിയെടുക്കുന്ന ആ ഭാഗത്താണ്. അതായത് കട്ടിങ് വെട്ടുമ്പോഴാണ് നമ്മൾ ആ കട്ടിങ്ങിലാണ് 1/2 ഇഞ്ച് കൂട്ടിയെടുക്കുന്നത്. അത് മതിയാവും. പിന്നെ കഴുത്തിറക്കം 6 ഇഞ്ചാണ്. ഇനി അതിൽ കൂടുതൽ വേണമെന്നുള്ളവർ തയ്ക്കുമ്പം കൂട്ടാവൂ. അതുപോലെ താഴത്തെ വിഡ്ത്ത് 2 ഇഞ്ചാണ് എടുക്കണം. കാരണം നമ്മളിത് 2 വശവും പടി വെച്ച് തയ്ക്കുന്നതാണ്. ഇനി അതിലും കൂടുതൽ വിഡ്ത്ത് വേണമെന്നുള്ളവർക്ക് കഴുത്ത് തയ്ക്കുമ്പോൾ ലാസ്റ്റ് തയ്ക്കുമ്പോൾ
ഒരല്പം വെട്ടി വിട്ട് കൂട്ടേ അല്ലെങ്കിൽ കഴുത്ത് ഇറക്കുകയോ ചെയ്യാം. പക്ഷേ നിങ്ങൾ വെട്ടുമ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. വെട്ടുമ്പോൾ ഇതേ അളവിലേ വെട്ടാവൂ. 5 ഇഞ്ച് ഷോൾഡർ കയറി പോകുന്നു എന്നൊക്കെ പലർക്കും തോന്നും. അത് കയറി പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കഴുത്ത് ബാക്ക് ഇറക്കം കുറവാണെങ്കിൽ ഷോൾഡർ കുറഞ്ഞു പോകും. അതായത് 4 ഇഞ്ച് 5 ഇഞ്ച് ഒക്കെ ബാക്ക് ഇറക്കം ഉള്ളെങ്കിൽ നിങ്ങൾ 5.5 ഇഞ്ച് എടുക്കുക. ഒരു 6 ഇഞ്ചിൽ കൂടുതൽ വരികയാണെങ്കിൽ 5 ഇഞ്ച് മതി ഷോൾഡർ. അതായത് നമ്മൾ ഡോട്ട് ഇടാനുള്ള ലെങ്ത് 10.5, പിന്നെ അവിടുന്ന് ഒരു 2.5 താഴോട്ട് ഡോട്ട് ഇടാൻ. പിന്നെ കട്ടിങ്ങിൻ്റെ ലെങ്ത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് കട്ടിങ്ങിൻ്റെ ലെങ്ത്ത് പിടിക്കണമെന്ന്. ആ വീഡിയോസ് ഒന്ന് കണ്ടാൽ അത് കൂടുതൽ മനസ്സിലാവും. ഇതിപ്പോൾ ഞാൻ 2 സൈഡും 5 വീതം 2 സൈഡും ഒരേപോലെയാണ് ഞാൻ കട്ടിങ്ങിന് എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ കെർവ് പോലെ വരയ്ക്കും, വള്ളം പോലെ വരയ്ക്കും. അല്ല ക്രോസിന് അങ്ങനെ വരയ്ക്കരുത്, കറക്റ്റ് ആവില്ല. ഇനി ആ കട്ടിങ്ങിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് ആ സൈഡിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുകയാണ്. അത് ഡോട്ട് ഇടുമ്പോൾ അവിടെ കുറവ് വരും, അതാണ് നമ്മൾ ഒഴിവാക്കിയിട്ടാണ്. ഇനി നമ്മൾ ക്രോസ് കണ്ടോ, ക്രോസ് കണ്ടോ, ആ മുകളിൽ ഒരു ത്രികോണം പോലെ വരണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ക്രോസ് വെട്ടിയെടുക്കുന്നത് കേട്ടോ. അതായത് ഇതുപോലെ പാറ്റേൺ ഇങ്ങനെ വെച്ചിട്ട് അതിപ്പം നമ്മൾ വെട്ടുമ്പോൾ ലൈനിങ്ങും മെയിൻ പീസും ഒക്കെ ക്രോസ് തന്നെ വെട്ടിയെടുക്കണം. എന്നാലേ നല്ല കറക്റ്റായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇതാ ഈ പാറ്റേണൊക്കെ വെട്ടിയാൽ നമുക്ക് വെച്ചിട്ട് പെട്ടെന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല കറക്റ്റായിട്ടും പെർഫെക്റ്റ് ആയിട്ടും കിട്ടും. എളുപ്പമാണിത്, ഒരുപാട് അളവുകളില്ല. ഡോട്ടിനൊന്നും ഇപ്പം നമ്മൾ വെട്ടുമ്പോഴേ അളവൊന്നും വരച്ചോ എഴുതിയോ ഇടണ്ട കേട്ടോ. ഇനി ആ കട്ടിംഗ് പേപ്പർ വെച്ച് നമുക്ക് കട്ടിങ് വെട്ടിയെടുക്കാം. എത്ര കട്ടിങ് വേണമെങ്കിലും വെട്ടിയെടുക്കാം. ഇനി നമുക്ക് മെയിൻ പീസ് വെട്ടാം. ആദ്യം നമ്മൾ കൈ വെട്ടിയെടുക്കുകയാണ്. നമ്മൾ കൈ വെട്ടിയത് ഇരിപ്പുണ്ട്, അത് വെച്ച് കൈ വെട്ടുക. പെട്ടെന്ന് നമുക്ക് കട്ടിങ് പൂർത്തിയാക്കാം. പിന്നെ ഇതിൻ്റെ നെഞ്ചിപ്പട്ടയും കഴുത്തും ഒക്കെ നമുക്ക് പിന്നീട് വെട്ടിയാൽ മതി കേട്ടോ. ഇപ്പം തന്നെ കൂടെ വെട്ടി വെക്കണമെന്നില്ല. അത് നമുക്ക് തയ്ക്കുമ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ നമ്മൾ അടുത്ത് പീസ് കിടക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് എണീറ്റ് വെട്ടുകയോ ചെയ്യാം. ഇതാ ബാക്ക് വെച്ച് നമ്മൾ വെട്ടിയെടുക്കുകയാണ്. ആ ബോർഡർ മാറ്റിയിട്ടാണ്, ഒഴിവാക്കിയിട്ടാണ് നമ്മൾ വെട്ടുന്നത്. നമ്മൾ ലൈനിങ് വെട്ടിയെടുത്ത ലൈനിങ് ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ വെട്ടാൻ പറ്റും കേട്ടോ. അതാണ് നമ്മൾ ലൈനിങ് കറക്റ്റ് അളവിൽ വെട്ടിയെടുക്കുന്നത്. സാരിയൊക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും, സ്ലിപ്പായി പോവും. അപ്പോൾ കോട്ടൺ ആണല്ലോ ലൈനിങ്, അപ്പോൾ അത് കറക്റ്റാണ് വെട്ടിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ വെച്ച് ക്രോസിന് തന്നെ നമുക്ക് മെയിൻ പീസും വെട്ടിയെടുക്കണം. ഞാൻ ചാനലിൽ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. പുതിയതായിട്ടുള്ള ആൾക്കാരൊക്കെ ക്ലാസ് കാണണമെന്നുള്ളവരുണ്ടെങ്കിൽ, അതുപോലെ പിന്നെ പുതിയ ആൾക്കാർക്ക് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം, ഷെയർ ചെയ്യാം. എൻ്റെ ചാനലിലെ ക്ലാസ് ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പം ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും കാണുന്നവർക്ക് കാണാം, പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു പക്ഷേ പല കാര്യങ്ങളും ഞാനിതിൽ പറയുന്നുണ്ടാവും. പലരും വന്ന് പറയുമ്പോഴാണ് ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ക്ലാസ്സുകൾ തയ്ക്കുന്നവർ എന്നെ ജസ്റ്റ് ഒന്ന് കണ്ടേക്കൂ. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരു പക്ഷേ പല കാര്യങ്ങളും ഞാൻ ചിലപ്പോൾ ഇതിൽ പറയുന്നുണ്ടാവും. കട്ടിങ് തച്ച് തീർന്നു. കട്ടിങ് തിരിഞ്ഞു പോകാതെ തയ്ക്കുന്ന കാര്യമൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലിൽ കയറി ആ വീഡിയോ ഒക്കെ ഒന്ന് കാണുക. ഇതാ നമ്മൾ ലൈനിങ് വെച്ച് തയ്ക്കുകയാണ് കേട്ടോ.
ലൈനിങ് രണ്ടും തയ്ച്ചെടുത്തു. ഇനി നമുക്ക് ഡോട്ട് ഇടാം. ഏറ്റവും നമ്മുടെ ബ്ലൗസിൻ്റെ ഇമ്പോർട്ടൻസ് ആയ ഭാഗമാണിത്. ഡോട്ട് ഇടുന്നുണ്ടല്ലോ, ഷോൾഡർ രണ്ടായിട്ട് മടക്കുക, എന്നിട്ട് അത് താഴെ അറ്റം വരെ മടക്കുക. കണ്ടോ, നമ്മൾക്ക് ബ്രസ്റ്റ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഫ്രണ്ടിലോട്ട് പിടിക്കുക. ഇതാ നമ്മൾ കറക്റ്റ് ഇതാണ്, ഈ നമ്മുടെ കൈ ആം ഹോളിൻ്റെ അവിടെ ചെന്ന് ടച്ച് ചെയ്യുന്ന അതാണ് നമ്മുടെ കറക്റ്റ് പൊസിഷൻ കേട്ടോ. നമ്മൾ രണ്ടായിട്ട് മടക്കി പിടിക്കണം. ഇനി അത്രയും കപ്പ് വേണ്ടെന്നുള്ളവർക്ക് അടിഭാഗം കുറച്ച് ബാക്കിലേക്കും പിടിക്കാം, അല്ലെങ്കിൽ കുറച്ച് വലിയ കപ്പ് വേണമെങ്കിൽ കുറച്ച് ഫ്രണ്ടിലേക്കും പിടിക്കാം. ഞാൻ പല വീഡിയോസിലും അത് കാണിച്ചും പറഞ്ഞും തന്നിട്ടുണ്ട്. ഇങ്ങനെ രണ്ടായിട്ട് മടക്കി ഇനി നമ്മൾ അളക്കുക. മേലെ തയ്യൽ തുമ്പ് വിട്ടിട്ടാണ് താഴോട്ട് അളന്നെടുക്കാനുള്ളത്. ഇതൊരു 10.5 ഇഞ്ച് നമ്മൾ താഴ്ത്തിയാണ് അടയാളപ്പെടുത്തുന്നത് ഡോട്ടിന് കേട്ടോ. എന്നിട്ട് 1.5 ഇഞ്ച് വിട്ടാണ്. ബ്രസ്റ്റ് കൂടുതലുള്ളവർക്കാണെങ്കിൽ ഒരു 1.25 എടുക്കാം, കുറവുള്ളവർക്ക് 1.25 എടുക്കാം, 1 എടുക്കാം. പക്ഷെ എന്നാലും ഒരു നോർമലായിട്ട് 1.5 ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് ഇരിക്കുന്ന എല്ലാവർക്കും. അത്യാവശ്യം 1.5 ഭംഗി. 1.5 എടുത്താൽ കറക്റ്റ് ആവും. അതുപോലെ മടക്കുന്നത് ഇങ്ങനെ തന്നെ മടക്കണം. ഇത് കണ്ടിട്ട് സംശയമുള്ളവർ ചാനലിൽ വേറെ ഒരുപാട് ബ്ലൗസിൻ്റെ വീഡിയോസ് കിടപ്പുണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് കാണുക. കണ്ടിട്ട് പിന്നെയും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുക എന്നോട്. നിങ്ങൾ ചോദിക്കുന്ന എല്ലാ സംശയങ്ങൾക്കും ഞാൻ മറുപടി പറയും. കാരണം ഇത് എൻ്റേതായ മെത്തേഡാണ്, എൻ്റെ മാത്രം മെത്തേഡാണ്. അതുകൊണ്ട് ഞാൻ തന്നെ അതിന് മറുപടിയും തരും, നിങ്ങൾ പേടിക്കേണ്ട. പിന്നെ ഇതിൽ ബ്ലൗസ് തച്ചവരുടെ അഭിപ്രായങ്ങളും ഒക്കെ കിടപ്പുണ്ട്, എല്ലാവർക്കും അത് കാണാം. സംശയം എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, അതിന് ഞാൻ മറുപടി തന്നിരിക്കും. ഇതുപോലെ തയ്ച്ചാൽ നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് കിട്ടും. അതിൽ ഒരു സംശയവും വേണ്ട. നമ്മുടെ ഈ ഡോട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതുകൊണ്ട് 2 തയ്യൽ മറിച്ചും തിരിച്ചും തയ്ച്ചേക്കണം. വളഞ്ഞൊക്കെ പോവുകയാണെങ്കിൽ രണ്ടാമത്തെ തയ്യലിൽ അത് കറക്റ്റ് ചെയ്ത് തയ്ക്കണം കേട്ടോ. ഇനി നമ്മൾ ഉള്ള ഡാട്ടാണ് അതാ, ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ആ ഡാട്ടിൻ്റെ സ്പേസ് അവിടെ വരും കേട്ടോ. ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി, കറക്റ്റ് അവിടെ വരും കേട്ടോ. ആ പൊസിഷൻ അവിടെ വരും നമുക്ക് ഡോട്ട് ഇടാൻ. നേരത്തെ നമ്മൾ വരച്ച് കുറിച്ചൊന്നും വെക്കണ്ട. അതുപോലെ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് താഴത്തെ നമ്മുടെ മെയിൻ ഡോട്ടിൻ്റെ അവിടെ നിന്ന് ഒരു 2 ഇഞ്ച് മാറ്റി. വലിയ കപ്പാണെങ്കിൽ 2.5 മാറ്റണം. ഇതിപ്പോൾ നോർമലാണ്, അതുകൊണ്ട് 2 ഇഞ്ച് മാറ്റിയിട്ട് ആം ഹോളിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ ഒക്കെ എടുത്താൽ മതി. 1/2 ഇഞ്ച് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് ഒരു കറക്റ്റ്. ഇതാ കണ്ടോ, ആ പൊസിഷൻ വന്നാണ്ടോ, അതാ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ വരും. അപ്പം നമുക്ക് അങ്ങനെ അങ്ങ് അളന്നിട്ട് മെയിൻ ഡോട്ടിൻ്റെ അവിടെ നിന്ന് 2 ഇഞ്ച് മാറ്റി അളന്ന് അപ്പോൾ ഒരു 1/2 ഇഞ്ച് വിഡ്ത്തിൽ നമ്മളങ്ങ് അടിച്ചാൽ മതി. നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ. പിന്നെ ഫ്രണ്ടിലെ ഡാട്ട് ഇടുന്നത് ഇങ്ങനെ തുല്യമായിട്ട് മടക്കണേ. 2 തുല്യമായിട്ട് മടക്കി ഒരു 2 ഇഞ്ച് ഡിസ്റ്റൻസിൽ ഒരു ഡോട്ട്. ഇത് നമ്മുടെ കഴുത്തിന് വേണ്ടിയിട്ടാണ് ഈ ഡോട്ട് ഇടുന്നത് കേട്ടോ, ഫ്രണ്ടിലെ ഡോട്ട്. നിങ്ങളെ കഴുത്ത് ലൂസായി പോയി എന്ന് ആരെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്താൽ അത് പരിഹരിക്കാനുള്ള ഒറ്റ മാർഗം ആ ഡോട്ട് ഒന്നും കൂടെ കൂട്ടിയെടുക്കുക എന്നുള്ളതാണ്. ഇനി ഇതാ ഈ താഴ്വശത്ത് നമുക്ക് ഡോട്ടിൻ്റെ അവിടെ കയറി ഇറങ്ങി കിടക്കും, അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ കട്ട് ചെയ്താൽ ശരിക്കും ഇങ്ങോട്ട് ക്യാമറയിൽ കിട്ടിയിട്ടില്ല, മറ്റ് വീഡിയോസിലൊക്കെ അതുണ്ട്. ഇതാ അവിടെ അങ്ങനെ കിടക്കുന്ന ഭാഗം കണ്ടോ, ഇതാ അവിടെ ഇങ്ങനെ വരച്ചിട്ട് അതങ്ങ് കട്ട് ചെയ്ത് കളയണം, കയറി ഇറങ്ങി കിടക്കുന്ന ഭാഗം ഡോട്ടിൻ്റെ അവിടെ. എന്നിട്ട് വേണം നമ്മൾ കട്ടിങ് വെച്ച് തയ്ക്കാനായിട്ട്.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്കത് ഷെയർ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ എൻ്റെ വീഡിയോസിനൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വന്നൊന്ന് കമൻ്റായിട്ട് പറയണം. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പറയണം. നിർദ്ദേശങ്ങളുണ്ടെങ്കിലും പറയാം. ക്ലാസ്സിലും അതുപോലെ തന്നെ നമ്മൾ നെഞ്ചിപ്പട്ട വെച്ച് അടിക്കുകയാണ് കേട്ടോ. ഒരു 2 ഇഞ്ച് വീതിക്കുള്ള നെഞ്ചിപ്പട്ട എടുത്താൽ മതി. അടിച്ചു വരുമ്പോൾ ഒരു 1/2 ഇഞ്ച് 1/4 ഇഞ്ച്, അതിൻ്റെ അപ്പുറം ഒന്നും പോകണ്ട. ഒരു 1/2-1/4 ഇഞ്ചിൻ്റെ അടുത്ത് മതി അടിച്ചു വരപ്പം നെഞ്ചിപ്പട്ടയുടെ വീതി. പലരും എന്നോട് ചോദിച്ചു നെഞ്ചിപ്പട്ട എത്ര വീതി വേണമെന്ന്. നമുക്ക് തയ്ക്കാൻ എടുക്കുമ്പോൾ 2 ഇഞ്ച് വീതിക്ക് ഇരുന്നാൽ മതി. നമ്മൾ നെഞ്ചിപ്പട്ട 2 സൈഡും കൊടുത്തടിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ബ്ലൗസിൻ്റെ ശരിക്കുള്ള മെഷർമെൻറ്റിൽ വരുന്നത്. നമ്മൾ നെഞ്ചുവണ്ണമൊക്കെ നെഞ്ചിപ്പട്ട ഉൾപ്പെടെയാണ് നമ്മൾ അളന്നെടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഈ ബ്ലൗസിൻ്റെ നെഞ്ചിപ്പട്ടയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് തയ്ക്കുമ്പോൾ. ഇതെല്ലാം നമ്മുടെ ഈ ബ്ലൗസിൻ്റെ കഴുത്തും കൂടെ ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് കേട്ടോ. കഴുത്ത് ലൂസാകാതിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ടതുണ്ട്. ഇതിൻ്റെ നെഞ്ചിപ്പട്ട ഉണ്ടോ, 2 സൈഡും നമ്മൾ ഹൂക്ക് വെക്കുന്ന സൈഡും വരിയുന്ന സൈഡും നമ്മൾ കൊടുത്തടിക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ. ഇങ്ങനെ ബോഡിയിലേക്ക് മറിച്ചങ്ങനെ അടിക്കരുത്. അടിച്ചാൽ ഒരു സൈഡ് കപ്പ് ചെറുതായി പോവും, കഴുത്തൊരു സൈഡ് കോണിയിരിക്കും, അങ്ങനെയൊക്കെ വരും. അതുകൊണ്ട് കറക്റ്റ് 2 സൈഡും നമ്മൾ ഇതുപോലെ കൊടുത്തടിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ബ്ലൗസ് ഞാൻ തയ്ക്കുന്ന കണ്ടിട്ട് ഒരുപാട് പേര് തയ്ച്ചിട്ടുണ്ട്. അവർക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടും ഉള്ള ബ്ലൗസുകൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും ഇത് കണ്ട് അന്തം വിടണ്ട. നിങ്ങൾക്ക് ധൈര്യമായിട്ട് തയ്ക്കാം. ബ്ലൗസ് നന്നായിട്ടിരിക്കും. അതിൽ 1% പോലും നിങ്ങൾക്ക് ഡൗട്ട് വേണ്ട. കൈക്കുഴി കറക്റ്റായിരിക്കും, കഴുത്ത് കറക്റ്റായിരിക്കും, കപ്പ് കറക്റ്റായിരിക്കും. അങ്ങനെ നിങ്ങളെ ഇത്രയും നാളുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു കിട്ടും. അതുപോലെ ഹൂക്ക് വയ്ക്കുന്നതും കറക്റ്റ് സ്ഥലത്ത് ഹൂക്ക് വയ്ക്കണം കേട്ടോ. ഒരു ഹൂക്ക് താഴെ, പിന്നെ ഒന്ന് കട്ടിങ്ങിൻ്റെ നടുക്ക്, പിന്നെ കട്ടിങ് തുടങ്ങുന്നിടത്ത്, പിന്നെ ഒന്ന് നമ്മൾ നെഞ്ചിൽ ഡോട്ട് ഇട്ടേക്കുന്നതിൻ്റെ കറക്റ്റ് നേരെ. അങ്ങനെ വേണം നമ്മൾ ഹൂക്ക് വയ്ക്കാനുള്ളത്. അത് കറക്റ്റ് സ്ഥലമായിരിക്കണം, തെറ്റരുത്. എവിടെങ്കിലും ഹൂക്ക് വെച്ചാൽ പോരാ കേട്ടോ. നമ്മൾ ബാക്ക് വെച്ച് ഫ്രണ്ട് വെച്ച് ചേർന്ന് ഇനി ബാക്ക് ലൈനിങ് വെച്ച് അടിക്കാൻ പോവുകയാണ്. പലരും ഇത് ലൈനിങ് വെച്ച് അടിച്ച് മറിച്ച് കഴുത്ത് അങ്ങനെയൊക്കെ ഇടും. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ അടിച്ച് മറിക്കാറില്ല. ഇങ്ങനെ വച്ച് തയ്ച്ച് തന്നെ എടുക്കും. തയ്ച്ചവരൊക്കെ അഭിപ്രായങ്ങൾ പറയണം. അതുപോലെ ക്ലാസ് കണ്ടിട്ട് അതും അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. ഇനി ബാക്ക് ഡോട്ട് ഇടുന്നതാണ്. പലരും എൻ്റെ അടുത്ത് ബാക്ക് ഡോട്ട് ഇടാതെ തയ്ക്കാൻ വല്ല മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡോട്ട് ഇടാതെ തയ്ക്കാം, ഞാനത് പറഞ്ഞുതരാം. അത് സൈഡൊക്കെ 1 ഇഞ്ച് കട്ട് ചെയ്തൊക്കെ തയ്ക്കണം. പക്ഷേ നമ്മൾ ഡോട്ട് ഇട്ട് തയ്ക്കുന്നതിൻ്റെ അത്ര ഒരു പെർഫെക്ഷൻ അതിന് വരില്ല കേട്ടോ. ബാക്കിൽ ഡോട്ട് ഇട്ട് തയ്ക്കുമ്പോൾ ഒരു സ്ട്രോങ് വരും. ബാക്ക് ഉരുണ്ട് മേലോട്ട് കയറൂല. ഇതിൻ്റെ ഡോട്ട് ഇടുന്ന ഹൈറ്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ചോ. നമ്മൾ കട്ടിങ് എത്ര ഹൈറ്റ്സിലാണോ അത്ര ഹൈറ്റ്സിൽ തന്നെ ഡോട്ട് വിടണം, ബാക്ക് ഡോട്ട് വിടണം. നമ്മുടെ വണ്ണവും ഈ ഡോട്ടും ഒക്കെ തമ്മിലൊരു ബന്ധമുണ്ട്. ഈ ബാക്കിലെ ഡോട്ട് വെറുതെ ഇടുന്നതല്ല കേട്ടോ. പലർക്കും ബാക്കിൽ ഡോട്ട് ഇടുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ പറയും. നമ്മൾ ബാക്കിൽ പട്ട വെച്ചടിച്ച് ഒരു 1.5-2 ഇഞ്ച് വീതിക്കെങ്കിലും പട്ട വെച്ചടിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ബാക്കൊക്കെ ഉരുണ്ട് മേലോട്ട് കയറിപ്പോകും പലരും പറയുന്നത് ഈ പട്ടയൊന്നും കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഡോട്ട് ഇടാത്തതുകൊണ്ടൊക്കെയാണ്. ഇനി നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യണം. കഴുത്ത് കറക്റ്റ് ആയിരിക്കണം കേട്ടോ പിടിച്ചു വെച്ച് ജോയിൻ ചെയ്യുമ്പോൾ. ഷോൾഡറിൻ്റെ ഭാഗം, ആംഹോളിൻ്റെ ഭാഗം കുറച്ച്
മാറിയൊക്കെ കിടന്നാലും കറക്റ്റ് ആയിരിക്കണം കഴുത്തിൻ്റെ സൈഡ്, കാരണം അത് നമുക്ക് വെട്ടാൻ പറ്റുന്നതല്ല. അതുപോലെ വളയൊന്നും ചെയ്യല്ലേ, ഷോൾഡർ അടിക്കുന്നത് കറക്റ്റ് തന്നെ അടിക്കണം. ചിലർ വളച്ചൊക്കെ കഴുത്ത് ലൂസാവാതിരിക്കും, വളച്ചൊക്കെ അടിക്കും. അങ്ങനൊന്നും അടിക്കരുത്, കറക്റ്റ് ലെവലിൽ തന്നെ അടിക്കണം. ആം ഹോളിൻ്റെ അങ്ങോട്ടും ചരിക്കേണ്ട, കഴുത്തിലോട്ടും ചരിക്കേണ്ട കേട്ടോ. ഇനി നമുക്ക് മൊത്തത്തിൽ ബോഡി ജോയിൻ ചെയ്യാം. അപ്പം നമ്മൾ ഇടുപ്പളവിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടണം. അതായത് ഇടുപ്പളവിൻ്റെ 4 അതിൻ്റെ കൂടെ ഒന്നും കൂടെ 8.25 കൂടെ ഒന്നും കൂടെ കൂട്ടി 9.25 നമ്മൾ വണ്ണം വെക്കണം. വണ്ണം അളന്ന് ആണ് നമ്മൾ 4 സൈഡും, അതുപോലെ ഫ്രണ്ട് 2 സൈഡും ബാക്കും അതുപോലെ ഇതേ മെഷർമെൻറ്റിൽ നമ്മൾ അളന്നെടുക്കണം. 9.25 തന്നെ അളന്നെടുക്കണം. പിന്നെ പലരും ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഫസ്റ്റിലെ ജോയിൻ ചെയ്ത് വെക്കുന്നത്, കഴുത്ത് കൈ വെച്ച് പിടിപ്പിച്ചിട്ട് ജോയിൻ ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് പോരാ, അതിനുള്ള കാരണവും ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ മധ്യഭാഗത്തുനിന്ന് സൈഡിലേക്ക് അളക്കണേ. 9.25 2 സൈഡിലും അടയാളപ്പെടുത്തണം. ബാക്ക് അളക്കുമ്പോൾ 2 സൈഡിലും അടയാളപ്പെടുത്തണം. ഇനി നമുക്കിത് ജോയിൻ ചെയ്യാം. ബാക്കും ഫ്രണ്ടും കൂടെ ഇതുപോലെ പിടിക്കുക. ഈ ജോയിൻ ചെയ്ത് വെച്ച സ്ഥലം ഇങ്ങനെ പിടിക്കുക. ഇതുപോലെ അടിഭാഗം നല്ല സ്ട്രെയിറ്റിന് കറക്റ്റായിട്ട് പിടിക്കണം. ആം ഹോളിൻ്റെ ഇവിടെ കണ്ടോ, നല്ല കറക്റ്റായിട്ട് അവിടെ നിന്ന് ചരിച്ച് ആം ഹോളിൻ്റെ അങ്ങോട്ട് ചരിച്ച് ഒരു 1/4 ഭാഗം അടയാളപ്പെടുത്തി നിർത്തുക. അവിടെ വരെ നമ്മൾ തയ്ച്ച് വെക്കണം. അങ്ങോട്ട് തയ്ക്കരുത്, അത് നമുക്ക് കൈ വെച്ച് തയ്ച്ചിട്ട് ഫിനിഷ് ചെയ്യാം. ഇപ്പം ഇത്രയും ഭാഗം തയ്ച്ച് വയ്ക്കുക. അടിഭാഗം നമ്മളിങ്ങനെ പിടിച്ചയക്കണം, അല്ലെങ്കിൽ കയറി ഇറങ്ങി പോവും. കണ്ടോ, അവിടെ വരെ തയ്ച്ച് വെച്ചാൽ മതി. 2 സൈഡും അതുപോലെ തയ്ക്കുക കേട്ടോ. അതുപോലെ പിടിച്ചിട്ട് അതുപോലെ തയ്ക്കണം. പലർക്കും ഇത് കാണുമ്പോൾ ബുദ്ധിമുട്ടാണോ എന്നൊക്കെ തോന്നും. പക്ഷെ ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ ഈസിയാണ്. നിങ്ങളിതുപോലെ 1-2 എണ്ണം തയ്ച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതുപോലെ സൈഡിലൊക്കെ അധികം കിടക്കുകയാണെങ്കിൽ അതൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കണം. അതുപോലെ ആം ഹോളിൻ്റെ അവിടെ കയറി ഇറങ്ങിയാണെങ്കിൽ അതും കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യണം. ഷോൾഡറിൻ്റെ അവിടെ പിടിച്ച് കഴുത്ത് ലെവൽ ചെയ്തിട്ട് ആം ഹോളിൻ്റെ സൈഡിൽ കയറി ഇറങ്ങിയുണ്ടെങ്കിൽ അതും ഇതുപോലെ കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് കൈ വെച്ചടിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ കണ്ട, ഇവിടെ ഈ ഇച്ചിരി ബാക്കി കിടക്കുന്നത്, ബാക്കത്തി കൂടുതൽ കിടക്കുന്നത്, അതിനെ കട്ട് ചെയ്ത് ഒഴിവാക്കണം. പിന്നെ ആം ഹോളിൻ്റെ അവിടെ കണ്ട ഒരു ശകലം, എന്നിട്ട് കഴുത്ത് എടുത്ത് നോക്കണം കേട്ടോ. കഴുത്തിൻ്റെ അവിടെ കണ്ടോ, ആം ഹോളിൻ്റെ അവിടെ കഴുത്ത് കറക്റ്റാണ്. ആം ഹോളിൻ്റെ അവിടെ കണ്ടോ ഒരു ശകലം, അതും കട്ട് ചെയ്ത് നമ്മൾ കറക്റ്റ് ചെയ്യണം. ഇനി നമ്മൾ കൈ വെച്ചടിക്കണം. കൈ ലൈനിങ് ആണ്. ലൈനിങ് ആദ്യം നമ്മൾ തയ്ച്ച് എടുക്കണം. കൈ ലൈനിങ് എല്ലാം തയ്ച്ചെടുത്ത് ഇനി നമുക്ക് കൈ വെച്ച് പിടിപ്പിക്കാം. ഫ്രണ്ട് കുഴിച്ച് നമ്മൾ ഓൾറെഡി വെട്ടിയൊക്കെയാണ്. ആദ്യമേ നമ്മൾ കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. ഇനി അല്ല കുഴിഞ്ഞില്ലാന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒരു 1/4 ഇഞ്ച് വീണ്ടും കുഴിക്കാവുന്നതാണ്. ഇത് നമ്മൾ ഫസ്റ്റിൽ വെട്ടിയപ്പോൾ തന്നെ കുഴിച്ച് വെട്ടിയതാണ്. ഇങ്ങനെ തന്നെ തയ്ച്ചാൽ
കറക്റ്റായിരിക്കും. ബാക്കൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് നിൽക്കും കേട്ടോ, ഒരു ചുളുക്ക് പോലും ഇല്ലാതെ. ഇത് കണ്ട് തയ്ച്ചവർക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ടാവും. തയ്ച്ച് തീർന്നു, കൈ തയ്ച്ച് തീർന്നു. ഇനി നമുക്ക് കൈയും ബോഡിയും കൂടെ ഫുള്ള് ജോയിൻ ചെയ്യാം. നമ്മൾ ബോഡി കുറച്ച് സ്ഥലം ജോയിൻ ചെയ്ത് നിർത്തിയൊക്കെയാണ്. ഇനി നമുക്ക് ഇതുപോലെ ഇത് ഫുള്ളായിട്ട് ജോയിൻ ചെയ്യാം. അത് നമ്മൾ ആ തയ്ച്ച് നിർത്തിയേക്കണതിൻ്റെ അവിടെ ചെറിയ ചുളുക്ക് കണ്ട, അപ്പോൾ ആ തയ്യൽ നമ്മൾ അവിടെ നിന്ന് കുറച്ചൊന്ന് അഴിച്ച് താഴോട്ട് മാറ്റണം. എന്നിട്ട് ആ ചുളുക്കൊന്ന് മാറ്റണം. കണ്ടോ, അപ്പോൾ ആ ചുളുക്ക് പോയി. എന്നിട്ട് ഇനി ഫുള്ളായിട്ട് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക. അതിന് പ്രത്യേക അളവൊന്നും വേണ്ട. ഇതുപോലെ അളന്ന് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ അളന്ന് താഴെ അറ്റം വരെ നമ്മൾ തയ്ച്ചേക്കണതിൻ്റെ തയ്യലോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തോ മാർക്ക് ചെയ്ത് അങ്ങ് ഫുള്ളായിട്ട് തയ്ക്കാം കേട്ടോ. ആംഹോളിൻ്റെ തയ്യൽ തുമ്പ് മേലോട്ടല്ലേ എന്നൊക്കെ പറഞ്ഞു. മേലോട്ടോ താഴോട്ടോ ഇരുന്നാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആംഹോൾ കറക്റ്റ് ആയിരിക്കണമെന്നേ ഉള്ളൂ. തയ്യൽ തുമ്പ് മേലോട്ടിരുന്നാലും താഴോട്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതും അതുപോലെയാണ്. ഇതുപോലെ മാർക്ക് ചെയ്ത് അവിടെ ചുളുക്കുണ്ടെങ്കിൽ ആ തയ്യൽ ഒന്ന് അഴിച്ചിട്ടാൽ മതി, ആ ചുളുക്ക് മാറും. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തന്നെ കൈ നേരെ പിടിക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് കൈവണ്ണമൊക്കെ ഒന്ന് അളന്ന് നോക്കാം. കൈവണ്ണം അളന്ന് നോക്കാം എത്ര ഉണ്ടെന്ന്. കൈവണ്ണം 6 ഇഞ്ച് കൈവണ്ണം ഉണ്ട് ഇത്. അപ്പം നമുക്ക് കൈ 6 ഇഞ്ച് അടയാളപ്പെടുത്താം. 6 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് പിന്നെ ഒരു അര ഇഞ്ചും കൂടെ മാറ്റി അടയാളപ്പെടുത്താം. 6.5 ഇഞ്ചിൽ നമ്മൾ ഫസ്റ്റ് തയ്ക്കണം. അര ഇഞ്ച് മാറ്റി അടയാളപ്പെടുത്തണം. അതുപോലെ താഴെയും അര ഇഞ്ച് മാറ്റി നമ്മൾ അടയാളപ്പെടുത്തുക. ആദ്യം തയ്ക്കുന്നത് നമ്മൾ അങ്ങനെയാണ്, അര ഇഞ്ച് വിട്ട് അടയാളപ്പെടുത്തണം. എന്നിട്ട് ഇതുപോലെ മടക്കണം കേട്ടോ. ഇങ്ങനെ വളച്ച് ആംഹോളിലേക്ക് ഒന്ന് വളച്ചതാ ഇങ്ങനെ മടക്കി ഒന്ന് നഖം കൊണ്ടൊന്ന് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇനി നെഞ്ചൊക്കെ അളന്നേ അടിക്കുമെന്നുള്ളവർക്ക് ടേപ്പ് എടുത്ത് നെഞ്ച് വണ്ണമൊക്കെ നോക്കി എത്രയുണ്ടെന്ന് നോക്കിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് അവിടെ മാർക്ക് ചെയ്ത് അങ്ങനെയും തയ്ക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് തയ്ച്ച് ശീലിച്ചത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് തയ്ക്കുന്നത്. ഇങ്ങനെ തയ്ച്ചാലും നെഞ്ച് വണ്ണം കറക്റ്റ് ആയിരിക്കും. അടയാളപ്പെടുത്തിയെടുത്തുനിന്ന് ഇങ്ങനെ മടക്കണം. മുകളിൻ്റെ അങ്ങോട്ട് താഴ്വശം കറക്റ്റ് ലെവൽ പിടിച്ച് തന്നെ മടക്കണം, ചരിയരുത്. എന്നിട്ട് മടക്കി മാർക്ക് ചെയ്തെടുത്തുനിന്നും കൂടെ ഒരു മാർക്ക് അങ്ങ് ചോക്കിൽ വരച്ചിട്ട് നമുക്ക് അടിക്കാം. മടക്കി അടയാളപ്പെടുത്തി എടുത്തുകൂടെ. രണ്ട് സൈഡും അതുപോലെ നമുക്ക് അളന്ന് വയ്ക്കണം. 6.5 ഇഞ്ചിൽ നമ്മൾ മടക്കണം. താഴ്വശവും അതുപോലെ 1/2 ഇഞ്ച്. അതുപോലെ മടക്കണം. നമ്മളുടെ കണ്ട് ചരിച്ച് മടക്കണം. എന്നിട്ട് താഴെ കണ്ട കറക്റ്റ് ലെവലിൽ മടക്കണേ. എന്നിട്ട് ആംഹോളിൻ്റെ അങ്ങോട്ട് ചരിച്ച് മടക്കണം. ഇതുപോലെ മാർക്ക് ചെയ്ത് തയ്ക്കണം.
വളരെ അളവുകൾ കുറച്ചാണ് ഞാൻ നിങ്ങൾക്ക് ബ്ലൗസ് തയ്ക്കാൻ പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പിടിച്ചു നോക്കാം ഇടുപ്പ്. ഇതാ ഇനി ഇത്രയും നമുക്ക് അടിച്ച് കുറയ്ക്കാനുണ്ട്. കണ്ടോ, ഏകദേശം 3 ഇഞ്ചോളം നമുക്ക് കുറയ്ക്കണം. ആദ്യം നമുക്കൊരു 1/2 ഇഞ്ച് കുറച്ചിട്ട് പിന്നെ അളന്ന് നോക്കാം. അടിഭാഗം 1/2 ഇഞ്ച്. ഇപ്പം അടിയിൽ നിന്ന് മേളിലോട്ടാണ് ഇനി അടിക്കാനുള്ള കേട്ടോ. രണ്ടാമത്തെ തയ്യൽ, ആദ്യത്തെ തയ്യൽ കയ്യിൽ നിന്ന് താഴോട്ട്, രണ്ടാമത്തെ തയ്യൽ നമ്മൾ താഴേന്ന് മേളിലോട്ട്. എന്താ ഇങ്ങനെ നേരെ മടക്കണം കേട്ടോ. അതാ താഴ്ഭാഗം ലെവലായിരിക്കണം, എന്നിട്ട് ആ മുകളിലേക്ക് ചരിച്ച് മടക്കണം. കയ്യും അതുപോലെ തന്നെ. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ മടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് അളന്നെടുക്കാം. നെഞ്ച് വണ്ണമൊക്കെ അളന്ന് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ തയ്ക്കാം. എനിക്ക് ഇടുപ്പ് വണ്ണം മാത്രം കിട്ടിയാൽ മതി, ഞാൻ ബ്ലൗസ് വെച്ച് കൊടുക്കും. അതാണ് കറക്റ്റായിട്ട് എനിക്ക് തയ്ക്കാൻ പറ്റും. ഒരാളുടെ ഇടുപ്പ് വണ്ണം ഉണ്ടെങ്കിൽ ആ ആളിൻ്റെ നെഞ്ചുവണ്ണവും കൈവണ്ണവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ കൈവണ്ണം ചിലർക്ക് ബോഡിയേക്കാൾ കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കും. അതുകൊണ്ട് കൈവണ്ണം കൂടെ അളന്നെടുക്കണം. ഈ 2 സൈഡ് ഇതുപോലെ അളന്ന് മടക്കുന്നുണ്ട്. ഇങ്ങനെയും മടക്കും. ആംഹോളൊക്കെ കറക്റ്റായിരിക്കും, എങ്ങും ഒരു പിടുത്തവും വരില്ല. ഇനി നമുക്കിതിൻ്റെ നെഞ്ചുവണ്ണം ഒന്ന് അളന്ന് നോക്കാം എത്ര ഉണ്ടെന്ന്. നെഞ്ചുവണ്ണം നമ്മൾ പടി കൂട്ടിയാണ് അളക്കുന്നത് കേട്ടോ. പടിയും കൂടെ ചേർത്ത് 42 ഉണ്ട് ഇത്. ഇനി നമുക്ക് ഈ അളവ് ബ്ലൗസ്, ഇത് ഞാൻ തന്നെ തയ്ച്ച ബ്ലൗസ് ആയതുകൊണ്ട് ഞാനിതിൻ്റെ നെഞ്ചുവണ്ണം അളന്ന് നോക്കും കേട്ടോ. വേറൊരാൾ തയ്ച്ചതാണെങ്കിൽ അളവിന് കൊണ്ടുവന്നാൽ ഞാൻ അളന്ന് നോക്കൂല, നെഞ്ചുവണ്ണം ഞാൻ അളക്കൂല. ഇത് ഞാൻ തന്നെ തയ്ച്ചതായതുകൊണ്ട് ഞാൻ അളന്ന് നോക്കും. 39 ഉള്ളു. അപ്പം അതിൽ 42 ഉണ്ട്. ഇനി 3 ഇഞ്ച് നെഞ്ചുവണ്ണം അതിൽ കുറയാൻ കിടക്കുന്നു. ഇടുപ്പളവ് ഒന്നുകൂടെ നമുക്ക് നോക്കാം കുറയ്ക്കാനുണ്ടോന്ന്. ഇത് ഏകദേശം ഒരു ഇഞ്ചോളം ഇനിയും കുറയണം. അതും കുറഞ്ഞ് അടിച്ച് വരുമ്പോൾ നെഞ്ചുവണ്ണം കറക്റ്റ് ആവും. ഇതാ മടക്കുന്നുണ്ടോ, കണ്ടോ, ഇങ്ങനെ മടക്കണം. ഇതാ മടക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അളന്നോ മാർക്ക് ചെയ്ത് തയ്ക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിൽ തയ്ച്ച് കാണിക്കുന്ന എല്ലാം കസ്റ്റമർക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ. വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ തയ്ക്കുന്നതല്ല. അതുകൊണ്ട് അത്രത്തോളം പെർഫെക്റ്റ് കറക്റ്റ് ആയിട്ടാണ് ഞാൻ തയ്ച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ കസ്റ്റമർ എന്നെ വെടി വയ്ക്കും. ആ ഒരടിയും കൂടെ അടിച്ചു. ഇനി നമുക്ക് ഒന്നും കൂടെ അളന്ന് നോക്കാം ഇപ്പം എത്രയായെന്ന് നോക്കാം. 39 ശരിക്കും വേണ്ടിയത്. നമ്മൾ ടേപ്പ് എടുത്ത് അളന്നല്ല അടിച്ചത്. ഇതാ കണ്ടോ, 39 കറക്റ്റായി. ഇനി നമുക്ക് കഴുത്ത് തയ്ക്കാം. ഇപ്പം വേണമെങ്കിൽ കഴുത്ത് നിങ്ങൾക്ക് വൈഡായോ ഇല്ലയോ എന്നൊക്കെ നോക്കാം. പക്ഷെ അത് തയ്യൽ തുമ്പും കൂടെ കണക്കാക്കി വേണം നിങ്ങൾ വൈഡ് അല്ലെങ്കിൽ വെട്ടാൻ കേട്ടോ. തയ്യൽ തുമ്പും കൂടെ പോകും ഇതിന്ന്, അപ്പോൾ കുറച്ചും കൂടെ വൈഡാവും. ബാക്കും ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വൈഡ് അല്ലെങ്കിൽ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് വൈഡാക്കാം. പക്ഷെ തയ്യൽ തുമ്പ് എത്ര പോവും അതും കൂടെ കഴിച്ച് വേണം നിങ്ങൾ വെട്ടാനുള്ളത്. എന്നിട്ട് ഇത് ക്രോസായിട്ട് തുണിയെടുത്ത് ഇതുപോലെ തയ്ച്ചിട്ട് നമുക്ക് കഴുത്ത് വെച്ച് വയ്ക്കാം. ഇത് കട്ടിങ്ങും സ്റ്റിച്ചിങ് കൂടെ ഒരുമിച്ചിട്ടേക്കുന്നതുകൊണ്ട് വീഡിയോ ലെങ്ത് കൂടിയിട്ടുണ്ട്. പലരും രണ്ടായിട്ടാണ് ഇടുന്നത്. പക്ഷെ ഞാൻ
ഒരുമിച്ച് തന്നെ ഇത് കട്ട് ചെയ്യാനും തയ്ക്കാനും പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരുമിച്ച് തന്നെ അങ്ങ് ഇടുന്നതാണ് കേട്ടോ. കഴുത്ത് വെച്ച് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഈ കഴുത്തിൻ്റെ തയ്ച്ചതിൻ്റെ ഈ തയ്യൽ തുമ്പ് വെട്ടരുത്. ഇങ്ങനെ നിറച്ച് വെട്ടിടുന്ന കണ്ടിട്ടുണ്ട് പലരും. അത് വെട്ടിയാൽ ഓരോ വെട്ടിനും 1 മില്ലിമീറ്റർ വെച്ച് ഇങ്ങനെ മലന്ന് പോയിക്കൊണ്ടേയിരിക്കും കേട്ടോ. വെട്ടേ വേണ്ട, വെട്ടിയില്ലെന്ന് വിചാരിച്ച് ചുളിയൊന്നുമില്ല. ഇത് ക്രോസാണ്, വലിഞ്ഞു പോവും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ വെട്ടരുത്. ഇതുപോലെ മടക്കി ചെറുതായിട്ട് മടക്കണം കേട്ടോ. വലിയ വീതിക്കല്ല, ചെറിയ വീതിക്ക് മടക്കി അതിൻ്റെ പുറത്തൂടെ തയ്ച്ചിട്ട് നമുക്ക് മടക്കി ഹെമ്മിങ് ചെയ്യാം. അപ്പോൾ ചുളുങ്ങൂല, ഒന്നും ചെയ്യില്ല. കണ്ടോ, ഇതുപോലെ ചെറിയ വീതിക്ക് തയ്ക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് കൈത്തയ്യൽ തയ്ക്കാൻ എളുപ്പമുണ്ട്, ചുളുങ്ങയില്ല. ഇതാ തയ്ച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ എന്തിനാണ് ആദ്യമേ തയ്ച്ചു വെക്കണമെന്ന്, സൈഡ് ആദ്യമേ തയ്ക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞുതരാം. ഇത് കണ്ടോ, ആ കൈക്കുഴി കണ്ടോ, ആ തയ്യൽ കണ്ടോ, രണ്ടും ഒരേ സ്ഥലത്ത് വരും. ചിലർ തയ്ക്കുന്നത് ഒരെണ്ണം ബാക്കിൽ കയറി ഫ്രണ്ടിൽ ഇറങ്ങിയൊക്കെ വരും. ഇത് കണ്ടോ, അത് കറക്റ്റായിട്ട് ഒരേ സ്ഥലത്ത് തന്നെ. അതിനാണ് നമ്മൾ അത് തയ്ച്ച് ചേർത്തിട്ട് പിന്നെ ഹോളൊക്കെ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യണം. അതുപോലെ ഇതാ ഇതുപോലെ പിടിച്ചു വെച്ച് ഇതാ സൈഡൊക്കെ കണ്ടോ, സൈഡ് ഇതാ ഇങ്ങനെ വെക്കുമ്പോൾ കറക്റ്റായിട്ട് വരണം. കണ്ടോ സൈഡ് കണ്ടോ, സൈഡ് ഇങ്ങനെ നമ്മൾ പിടിച്ചിടുമ്പോൾ ആ സൈഡൊക്കെ കറക്റ്റ് ഇങ്ങനെ തന്നെ വരണം. അത് ചിലർ പിടിച്ചു വയ്ക്കുക നെഞ്ച് ഒരു സ്ഥലത്ത് കിടക്കും, എത്തൂല അങ്ങനെയൊക്കെ തയ്ക്കുമ്പോൾ. അതുകൊണ്ടാണ്. കണ്ടോ, ഇതാണ് ആ ബ്ലൗസ്. ഓക്കേ.